ഇത് 2007 സെൻ എസ്റ്റിലോ ടെസ്റ്റ് കഴിഞ്ഞ് 2029 വരെ പേപ്പറുണ്ട്. ഇത് 2009 മോഡല് മാരുതി 800 യൂണിക് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ടെസ്റ്റ് കഴിഞ്ഞ് 2029 വരെ പേപ്പറുണ്ട്. ഇത് 2005 വാഗനാർ LXI വേരിയൻറ്റ്. ടെസ്റ്റ് കഴിഞ്ഞ് 2026 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഇത് 2011 മോഡൽ ആൾട്ടോ LXI, സിംഗിൾ ഓണർ, 74,000 കിലോമീറ്റർ. 74,000 കിലോമീറ്റർ. ഇപ്പോൾ ടെസ്റ്റ് വരുമ്പോൾ 2026 ടെസ്റ്റ് വരും. ഇത് 2018 മോഡൽ ഹുണ്ടായി ഇയോണിൻ്റെ എയറാ പ്ലസ് ആണ് വാഹനം. എന്ത് ഓടി? ഇത് 1,00,000 കിലോമീറ്റർ ഓടിയതാണ്. ഒന്ന് തികച്ച്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ല തന്നെയാണ്. കൊല്ലം ജില്ലയിൽ അഞ്ചലിൽ നിന്ന് പുന്നൂർ റൂട്ട് പോകുന്നിടത്ത് കുരീക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത്. കിച്ചൂസ് കാസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഒരു 50 രൂപ തൊട്ടൊക്കെ നോക്കുന്ന വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന സാധാരണക്കാർക്കായിട്ടുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ ഈ വീഡിയോ അത്തരത്തിലുള്ള ആൾക്കാരെയാണ് തോന്നി ബൂസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ എർട്ടിക എടുക്കാനൊക്കെ താല്പര്യമുള്ളവർക്കും കാണാം കേട്ടോ. കാരണം എർട്ടിക വരെയുള്ള വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാൻ നല്ലൊരു വീഡിയോ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള എക്സിക്യൂട്ടീവിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ എക്സിക്യൂട്ടീവ്. പേരെങ്ങനെ? പേര് ജിഷ്ണു. ഈ സ്ഥാപനം കറക്റ്റ് എവിടെയാന്നുള്ളത് ലാൻഡ്മാർക്ക് അടക്കം ഒന്ന് പറഞ്ഞു കൊടുത്തു. ഇത് പൊല്ലൂർ അഞ്ചൽ റോഡിൽ കുരുവിക്കോണം എന്ന സ്ഥലത്താണ് ഈ യൂസ് കാർ ഷോപ്പ് വരുന്നത്. പിന്നെ ഇവിടുന്ന് നമ്മുടെ ആയൂർ റൂട്ട് പോകുന്ന റൂട്ടാണിത്. പുല്ലൂർ ആയൂർ റൂട്ട് അല്ലേ? ഓക്കെ. ഇവിടെ ഇപ്പം 50 രൂപ തൊട്ട് കിടക്കുന്ന വണ്ടികൾ എന്ന് പറഞ്ഞു. ഈ 50 രൂപയുടെ വണ്ടി പിന്നെ വില കുറച്ച് കൊടുക്കും. പിന്നെ ചെറിയ മാറ്റമൊക്കെ ചെയ്യാം. എന്നാലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. 50 രൂപ അല്ല, അപ്പൊ അതിനും താഴെ കേട്ടോ. ഈ ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കും. എടുക്കാറുണ്ടോ അത്തരത്തിലുള്ള വണ്ടികൾ? എടുക്കാറുണ്ട്. കസ്റ്റമർ വരുമ്പോൾ നമ്മളത് പറഞ്ഞിട്ടാണ്. അപ്പം വീഡിയോയിൽ വരുന്ന അഥവാ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീപ്ലേസ്മെന്റ്സ് ഉള്ള വണ്ടി, ഇല്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും റീപ്ലേസ് ഇല്ലാത്ത വണ്ടി തന്നെ ആയിരിക്കും അനുമാനിക്കാം. അപ്പോൾ ഏകദേശം എത്ര രൂപ വരെയുള്ള വണ്ടികൾ ഇപ്പൊ കിടക്കുന്നത്? ഇപ്പം കിടക്കുന്നത് നമ്മുടെ 320 വരെ വിലയുള്ള 3,20,000. ഡേയ്, ഈ എർട്ടിക എത്രയുള്ള? ഇത് 340 വില വരും. 340 വരെ ഉള്ളു കേട്ടോ. അപ്പം എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഉതകുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എർട്ടികയാണ് ഞാൻ കുറച്ചുകൂടെയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. വായോ. ഇത് 2007 വണ്ടി, 2007 LX വണ്ടിയാണ്. 2027 വരെ പേപ്പറുണ്ട്. ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞുള്ളൂ? ഇപ്പോഴല്ല, ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 2027 വരെ പേപ്പറുണ്ട്. LX വേരിയന്റ് വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ്? AC പവർ സ്റ്റിയറിംഗ് ഇല്ല, AC മാത്രം. പിന്നെ പുതിയ ഇൻഷുറൻസ്, പുതിയ ടാക്സ്, പിന്നെ നല്ല നല്ല പുതിയ ടയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോർ പാഡൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സ് എല്ലാം പുതിയതാണോ? ഫ്രണ്ട് 2 പുതിയത്, ബാക്ക് 2 ആവറേജ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപെയിന്റ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ അത്യാവശ്യം കൊള്ളാം, ക്വാളിറ്റി ആയിട്ട് തന്നെ കിടപ്പുണ്ട്. തുരുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഈ ടയർ, ഈ ഉള്ള ടയറുകളിൽ ഇത്തിരി മോശമായിട്ടുള്ള ടയർ. ഇനിയിപ്പോൾ തുരുമ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്ര ചോദ്യം? ഇത് വെറും 63,000 രൂപ. വെറും 63,000 രൂപ. അത് ഇത് കുറയുമോ? ചെറിയ മാറ്റമൊക്കെ ചെയ്യാം. ചെറിയ മാറ്റം പോലെ 60 രൂപ അതേ റേഞ്ച് വരെ. കസ്റ്റമർ വന്ന് കണ്ടു ഓടിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി, വില പറഞ്ഞാൽ മതി, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓണർഷിപ്പ് എത്ര ഇതിന്റെ? ഇത് 4ാമത്തെ ഓണർ. 4ാമത്തെ ഓണറായി. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ തന്നെ അല്ലേ? കിലോമീറ്റർ ജെന്യൂൻ. 1,00,000 കിലോമീറ്റർ കഴിഞ്ഞതാണ്. ഇത് 2007 സെൻ എസ്റ്റിലോ ടെസ്റ്റ് കഴിഞ്ഞ് 2029 വരെ പേപ്പറുണ്ട്. പുതിയ ടാക്സ്, പുതിയ ഇൻഷുറൻസ്, പിന്നെ 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC. പവർ സ്റ്റിയറിംഗ് ഒക്കെ നേരെ വർക്ക് ചെയ്യുമല്ലോ? വർക്ക് ചെയ്യും. AC ഒക്കെ എങ്ങനെയാണ്? കൂളിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഗ്യാസ് ഒക്കെ ഫില്ല് ചെയ്തേക്കെ. AC ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിപ്പുണ്ട്. അതേപോലെ തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ആ രീതിയിലെല്ലാം നീറ്റാണ്. അത്യാവശ്യം 4 ടയറൊക്കെ ഉണ്ട് കേട്ടോ.
4 ടയേഴ്സ്, അതേപോലെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. വണ്ടി ആ രീതിയിലെല്ലാം വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ആ സൈഡ് നോക്കുമ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്, വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിപ്പുണ്ട്. 2 ഡോർ പവർ വിൻഡോ ആണല്ലേ? 2 ഡോർ പവർ വിൻഡോ LXI വേരിയന്റ് കേട്ടോ. ടയേഴ്സൊക്കെ കൊള്ളാം, അത്യാവശ്യം ടയർ കാര്യങ്ങൾ കിടന്നുണ്ട്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് 75 രൂപ. 75 ലാസ്റ്റ് ആണോ? ചെറിയ മാറ്റമൊക്കെ ചെയ്ത് തരാം. ഇത് നമ്മുടെ വണ്ടിയല്ല, കസ്റ്റമറിന്റെ വണ്ടി. പാർക്ക് ആൻഡ് സെയിലാണ്. ഇത് ഓണർഷിപ്പ് ഒക്കെ എത്രയാ? ഇത് ഇപ്പോ 3ാമത്തെ ഓണർ. 3ാമത്തെ ഓണറായി. കിലോമീറ്റർ 75 ജനുവൻ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ. ഇത് 2009 മോഡല് മാരുതി 800 യൂണിക് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ടെസ്റ്റ് കഴിഞ്ഞ് 2029 വരെ പേപ്പർ ഉണ്ട്. കാർബേറ്റർ ആണോ MBFA? 2029 വരെ പേപ്പർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ്, പുതിയ ടാക്സ്. MBFA AC വണ്ടി. AC ഒക്കെ വർക്ക് ചെയ്യും? AC ഒക്കെ വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. സ്റ്റീരിയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യേ? സ്റ്റീരിയും കാര്യം വർക്കിംഗ് ചെയ്യുന്നത് അത് പൈനിയറിന്റെ സ്റ്റീരിയോ ആയിരിക്കുന്നു. അല്ലാതെ വർക്ക് ചെയ്യൂ? വർക്കിംഗ്. ഇത്രയും പഴയ വണ്ടിയല്ലേ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇതിന്റെ പേപ്പേഴ്സ് ഇനി വരെ 2029 വരെ പേപ്പർ ഉണ്ട്. 29 വരെ ഉണ്ട്. തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഇത് യൂണിക് എന്ന് പറയുന്ന ഒരു വേരിയന്റ് വണ്ടി. ഇത് സൈഡ് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിന്റെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ ആ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞു. അറിഞ്ഞൂടാ, കമ്പനി വന്ന രൂപ കമ്പനി വന്നല്ല. കമ്പനി വരുമ്പോൾ സൈഡ് സ്റ്റിക്കർ ഒക്കെ വരുന്നത്. യൂണിക് എന്ന് പറയുന്ന വേരിയന്റ്. ഓ, അത് കമ്പനി കൊടുത്ത സ്റ്റിക്കർ അവൻ വലിച്ചൂരി കളഞ്ഞു. എടുക്കാൻ ടെസ്റ്റിന് വല്ല തടസ്സം ഉണ്ടാവുന്ന പേടിച്ചിട്ടായിരിക്കും. പക്ഷെ അത് കുഴപ്പമുള്ള കാര്യമല്ലായിരുന്നു. അല്ല, കമ്പനിയിൽ വരുന്നില്ലേ, അപ്പൊ അത് വേറെ പ്രശ്നങ്ങൾ വരുന്നില്ലല്ലോ. ടയേഴ്സ് ഒക്കെ നല്ല ടയേഴ്സ് കിടപ്പുണ്ട്, അതൊക്കെ കൊള്ളാം. എത്ര ചോദ്യം? ഇത് വെറും 75 രൂപ. വെറും 75 രൂപ? എല്ലാം വെറും 75 ആണല്ലേ? ഇത് എത്രാമത്തെ ഓണറാ? ഇത് 2ാമത്തെ ഓണർ. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ പറയാൻ പറ്റുമോ? ജെനുവിൻ കിലോമീറ്റർ. എത്രയാണ്? ഇത് 95 കിലോമീറ്റർ. 95 ഓടിയിട്ടുണ്ട്. ഒന്ന് തികയ്ക്കാറായിട്ടുണ്ട്. ഇത് 2011 മോഡല് ആൾട്ടോ LXI സിംഗിൾ ഓണർ. 74,000 കിലോമീറ്റർ. 74,000 കിലോമീറ്റർ. ഇപ്പൊ ടെസ്റ്റ് വരുമ്പോ 2026 ടെസ്റ്റ് വരും. ആദ്യത്തെ ടെസ്റ്റ്. ജെനുവിൻ കിലോമീറ്റേഴ്സ് ഒക്കെ ആണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്. വണ്ടി റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? തട്ടുമുട്ടോ റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ പഴയ വണ്ടിയല്ലേ, പിന്നെ പെയിന്റ് ടച്ചിങ് ആണ്. ബേസ് വേരിയന്റ് ആണല്ലേ? LXI വേരിയന്റ്. AC പവർ സ്റ്റിയറിംഗ്. സീറ്റ് കവേഴ്സ് ഒക്കെ ഇട്ട് വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, കാണാൻ കുഴപ്പമൊന്നുമില്ല. തുരുമ്പ് കാര്യങ്ങളൊന്നും കണ്ടില്ല. വണ്ടി ഓവറോൾ ടച്ച് ആൻഡ് പോളിഷ് എന്തായാലും ഇത്രയും വർഷത്തെ വണ്ടി ആകുമ്പോൾ കാണുമല്ലോ. അത് കാണത്തില്ല ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല. അപ്പൊ നമ്മള് കള്ളന്മാരാകും. അതുകൊണ്ട് അതുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും വണ്ടി കാണാനൊക്കെ വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ. ആ രീതി സീറ്റ് കവറിന്റെ രീതിയിൽ ഓക്കെ. അല്ലാതെ പറയുകയാണെങ്കിലും വണ്ടിക്ക് അകമൊക്കെ നല്ല വൃത്തിയാണ്. വേറെ ഈ തുരുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ കൊള്ളാം, വണ്ടി വൃത്തിയായിട്ടിരിക്കുക. എത്ര ചോദിക്കുന്നത്? എത്ര ചോദ്യം? എത്രയാ? ഇത് 1,30,000 രൂപ. ഇത് ഏത് വർഷമായിരുന്നു? 2011. ഈ 1,30,000 രൂപ കുറവില്ലേ? കുറയും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം 65-70 ഒക്കെ ആയിരുന്നു. ഒറ്റയടിക്ക് 1,30,000 എത്തി. ഇത് 2005 വാഗനാർ LXI വേരിയന്റ്. ടെസ്റ്റ് കഴിഞ്ഞ് 2026 വരെ പേപ്പർ ഉണ്ട്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങൾ? റീപ്ലേസ് ഒന്നുമില്ല. 2005 മോഡലാണ്, വർഷം കുറേ ആയി. ഒരു റീപ്ലേസും ഇല്ല. റീപ്ലേസ് ഒന്നുമില്ല. AC ഒക്കെ നല്ലപോലെ വർക്ക് ചെയ്യൂ? AC ഒക്കെ വർക്ക് ചെയ്യും. ഇപ്പം AC ഗ്യാസ് ഫില്ല് ചെയ്തിട്ടേക്കാം. ഓക്കെ. പവർ സ്റ്റിയറിംഗ് AC അല്ലേ? വണ്ടിക്ക് അകമൊക്കെ കാണാനൊക്കെ കൊള്ളാം. ബാക്ക് സൈഡ് നോക്കിയാലും അതൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. എത്ര ചോദ്യം? ഇത് 70,000 രൂപ. 70? അത് കുറയോ? അറേഞ്ച് ചെയ്ത് കൊടുക്കാം. 70,000 രൂപ. റീപ്ലേസ് ഒന്നുമില്ല. അതേപോലെ തന്നെ തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ടല്ലേ? ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തതല്ല, കസ്റ്റമർ ചെയ്തതാണ്. നമ്മളെ തെറ്റിദ്ധരിക്കുന്നത്. നമ്മൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. 70 രൂപ ലാസ്റ്റ് പ്രൈസ്.
ഓക്കെ, സെക്കൻഡ് ഓണർ അല്ലേ? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. ടയർ കണ്ടീഷനൊക്കെ ബാക്ക് ടയറൊക്കെ നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല ടയറാണ്. നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ്, കുഴപ്പമില്ല. ഇത് 2012 എർട്ടിഗ VXI വേരിയന്റ്. സെക്കൻഡ് ഓണർ, 80,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ജെനുവിൻ കിലോമീറ്റേഴ്സ് ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. ടയർ കണ്ടീഷനൊക്കെ ഒരുവിധ ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കമ്പനി സീറ്റ് കവറാ കിടക്കും. കമ്പനി മോഡൽ തന്നെ കിടക്കുകയാണ്. പിന്നെ 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് AC ഒക്കെ വരുന്നതാണ്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്. ഒരു സ്റ്റീരിയോ, നല്ലൊരു സ്റ്റീരിയോ ഉണ്ട്. മാനുവൽ വണ്ടിയാണ്. മൈലേജ് ഒരു 15-16 അല്ലേ? ആ ഒരു റേഞ്ചിന് വരും. ഡോർ പാഡൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല ഡോർ പാഡ് കാര്യങ്ങളൊക്കെയാണ്, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അതും കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. കണ്ടിട്ട് കൊള്ളാം. ടോപ്പ് ആംഗിൾ നോക്കിയാലും ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് വില 340. ലാസ്റ്റ് പ്രൈസ് അല്ലല്ലോ? ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പെട്രോൾ വണ്ടിയാണ്, ഡീസൽ അല്ല, പെട്രോൾ വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഓവറോൾ വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഇത് 2018 മോഡല് ഹുണ്ടായി ഇയോണിൻ്റെ എയറ പ്ലസ് ആണ് വാഹനം. എന്തോ ഓടി? ഇത് 1,00,000 കിലോമീറ്റർ ഓടിയതാണ്. ഒന്ന് തികച്ച്. ഓണർഷിപ്പ് എത്രയാ? ഇത് സെക്കൻഡ് ഓണർ ആണ്. നിലവിൽ സെക്കൻഡ് ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. 2 ഡോർ പവർ വിൻഡോ, 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് AC വരുന്ന വണ്ടിയാണ്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സർവീസ് ബുക്ക്, സ്പെയർ കീ കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് വെച്ചേക്കുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് 210. 210 കുറയൂ? ചെറിയ മാറ്റം വല്ലതും നടത്താമെന്ന്. ഇപ്പം ചേട്ടൻ്റെ വീഡിയോ കണ്ടായിരുന്നു. കസ്റ്റമർ ആണെങ്കിൽ വന്ന് കണ്ട് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ടയേഴ്സ് ഒക്കെ കൊള്ളാം, നല്ല ടയേഴ്സ് ആണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇത് 2017 മോഡൽ ഒമിനിയാണ്. പിന്നെ 5 സീറ്റ് വണ്ടി, വൈറ്റ് കളർ വണ്ടിയാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 69,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ജെനുവിൻ കിലോമീറ്റേഴ്സ് ഒക്കെ ആണോ? ജെനുവിൻ കിലോമീറ്റർ. ഇത് നമ്മുടെ വണ്ടിയിലെ ഒരു കസ്റ്റമർ നമ്മൾ വിൽക്കാൻ വേണ്ടി തന്നേക്കുന്നത്. പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. പാർക്ക് ആൻഡ് സെയിലാണ്. അപ്പം മുടിഞ്ഞ വില പറയാനാണ് ഉദ്ദേശം അല്ലേ? പറഞ്ഞ വില എത്രയാണ്? അതും പറഞ്ഞു. ഇത് 220 വില. 220. ഓക്കെ, സ്റ്റീരിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് സീറ്റ് കവേഴ്സ് കാര്യങ്ങളുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഐ മീൻ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ആ രീതിയിലെല്ലാം വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ആ രീതിയിൽ യാതൊരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അതുമൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളുണ്ട്. ടോപ്പ് നോക്കിയാലും വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു രീതിയിലൊക്കെ വണ്ടി നല്ല നീറ്റാണ്. 220 അല്ലേ? 220, 2 ലക്ഷം രൂപ അടുപ്പിച്ച് ഫിനാൻസും കിട്ടുന്ന വണ്ടിയാണ്. അപ്പോൾ 20,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് ആയിട്ട് റീപ്ലേസ് ഒന്നുമില്ല. ഉണ്ടോ? ഇല്ല. വണ്ടിക്ക് ഇച്ചിരി വൃത്തിയാക്കി എടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. ഇനി സർവീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങ് വൃത്തിയാകുമായിരിക്കും. വേറെ പ്രശ്നങ്ങളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഫോറല് കാര്യങ്ങളോ? അതെ. ടയേഴ്സ് ഒക്കെ കൊള്ളാം, നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വണ്ടി? 20,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. എത്ര വർഷം വരെയൊക്കെ ലോൺ സൗകര്യം? ഇത് 2 വർഷം. പിന്നെ കസ്റ്റമറിന്റെ ഇത് വെച്ച് നോക്കാം, കൂടുതൽ വേണമെങ്കിൽ കിട്ടും. ഇത് 2014 മോഡല് വാഗനാർ VXI ആണ്. സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടി. 81,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ VXI വേരിയൻ്റ് ആയതുകൊണ്ട് 4 പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ജെനുവിൻ കിലോമീറ്റേഴ്സാണ്. ജെനുവിൻ കിലോമീറ്റർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 3,20,000 രൂപ ചോദ്യമാണ്. പിന്നെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ചെറിയ രീതിയിൽ വില കുറച്ചും കിട്ടും. ബാക്ക് ടയറൊക്കെ കുറച്ചുകൂടി നല്ല ടയേഴ്സ് കിടപ്പുണ്ട് ഫ്രണ്ടിലിനെക്കാളും. ഓക്കെ, വേറെ അപാകതകൾ പറയത്തൊക്കെ എന്തെങ്കിലും? ഒന്നുമില്ല, ഇത് കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് നമുക്ക് ഹിസ്റ്ററി കിട്ടും. ഓ അങ്ങനെ. ഓക്കെ, അതുകൊണ്ട് അത്ര കൂടി വിശ്വാസ്യത ഉണ്ടായി. നല്ല ബാക്ക് ടയറും ഫ്രണ്ട് ഡ്രൈവർ സൈഡ്. ഫ്രണ്ട് 2 പുതിയ ടയറും ബാക്ക് 2 ടയർ ആവറേജ് കിടക്കുന്നു. ഫ്രണ്ട് ഇത് പുത്തൻ ടയർ. അപ്പുറത്തെ സൈഡോ? അപ്പുറത്തെ സൈഡ് പുത്തൻ ടയറാണോ? അല്ല, ആവറേജ് ആണോ? ഞാൻ പറയില്ലേ ആവറേജ് ടയർ. ഞാൻ അത് നേരത്തെ നോക്കിയായിരുന്നു. 3 ടയർ. ഈ സൈഡ് ബാക്കും ഫ്രണ്ടും ആവറേജും, ഡ്രൈവർ സൈഡ് 2 സൈഡും നല്ല പുത്തൻ ടയേഴ്സ് കിടക്കുന്നത്. അത് ഏറ്റവും പുതിയ ടയർ ഇത്. ഓക്കെ, ഇത് 3,20 ചോദ്യം. 3,20. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ചെറിയ എമൗണ്ടിലെ വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്ന് പറഞ്ഞാൽ 50,000 രൂപയ്ക്കും താഴെ കിട്ടാവുന്ന വണ്ടികൾ തൊട്ട് കിടക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പം വില കുറഞ്ഞ വണ്ടികൾ കിട്ടുന്ന, അത്യാവശ്യം ക്വാളിറ്റിയിൽ വൃത്തിയുള്ള വണ്ടികൾ കിട്ടുന്ന കടകൾ സനൂപ് പോകണമെന്ന് പറയുന്നവർക്ക് ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ച കടയുടെ ഫസ്റ്റ് വീഡിയോ നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ, അതായത് വില കുറഞ്ഞതോ കൂടിയതോ ഒക്കെ ആവാം, അടുത്തൊരു നല്ല വീഡിയോ പുതിയ കട കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്